ഗൈസ്, കേരളത്തിലെ സാംസ്കാരിക നായകർ ചത്തുപോയി എന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് ഈ ഒരു സംഭവം കുറച്ചായിട്ട് തോന്നലുണ്ട്. അപ്പോൾ ഇന്നലെ എനിക്ക് ഈ ഒരു സംഭവം കൂടുതലായിട്ട് ഇങ്ങനെ മുട്ടി വരുന്നുണ്ട് ഗൈസ്, ഈ ഒരു തോന്നൽ. അതായത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാലത്ത് അല്ല, ഇതിപ്പോൾ അങ്ങനെ സാംസ്കാരിക നായകരെ മൊത്തം കുറ്റം പറയും അങ്ങനെയല്ല കേട്ടോ. നായകരും ഏത് ജെൻഡർ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വരുന്ന സംഭവം എന്ന് വെച്ചാൽ, ഒരു 90s കിഡ് എന്ന ലെവലിൽ തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. 90s കിഡ്സിന് മൊത്തം ഇങ്ങനെ തോന്നണമെന്നില്ല. എനിക്ക് തോന്നുന്നത് കൊണ്ട് ഓവർ നന്മമരാവണേൻ്റെ ഒരു വിഷയമായിരിക്കും. നന്മമരൊന്നല്ല, അത് വേറെ കാര്യം. അപ്പോൾ അതിനെ സംബന്ധിച്ച് എനിക്ക് തോന്നാനുള്ളൊരു കാര്യമാണ് ഞാൻ പറയണത് കേട്ടോ. ഐ മേ ബി റോങ്, എനിക്കങ്ങനെ തോന്നുന്നുണ്ട് കൂടുതൽ. സംഭവം എന്താണെന്ന് വെച്ചാൽ, മുമ്പൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എഴുത്തുകാർ, സിനിമയിലുള്ള പ്രമുഖർ, ഈ പ്രമുഖർ എന്നൊക്കെ പറയുമ്പോഴുള്ളൊരു പ്രശ്നമുണ്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. എന്തായാലും ഇവരൊക്കെ എന്ന് വെച്ചാൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവരിങ്ങനെ പ്രതികരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ വർഗീയത, ഇങ്ങനെയുള്ള മതപരമായിട്ടുള്ള റൈവൽറീസ്, ഇങ്ങനെ കുറേ വിഷയങ്ങൾ സമൂഹത്തിൽ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കണോ അത് ഇവരൊക്കെ മുണ്ടാണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിക്കുന്നത്, ഇവരൊക്കെ മുമ്പ് എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മൂട് താങ്ങിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടോ ഒക്കെയാണോ ഇവരിത് ചെയ്തിരുന്നത് എന്നുള്ള ചിന്ത കൂടുതലായി വരുന്നുണ്ട് കേസ്. ഇപ്പോൾ ഞാൻ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എടുത്ത് പറയണതല്ല, എന്നാലും മുമ്പൊക്കെ ഇവർ അപ്പോൾ ഇവരുടെ ഒരു അഭിപ്രായം പറയാമെന്നു, ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു സമൂഹത്തിൽ, അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് ഇതിൻ്റെ കാര്യം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ സമൂഹത്തിൽ വർഗീയപരമായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രിക്ഷൻ നടക്കുന്ന ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കൂടുതൽ ആളുകൾ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇവരൊക്കെ ഇത് കാണാണ്ടിരിക്കുകയാണോ, അതോ പ്രതികരിക്കാൻ മടിയാണോ, അല്ലെങ്കിൽ ഇവരുടെ ഇമേജിന് കോട്ടം തട്ടുന്നുള്ളൊരു ലെവലിലാണോ, അതോ ഇവർക്ക് ഒന്നും അത്ര എന്താ പറയുക ഇമ്പോർട്ടൻ്റ് നല്ല സീരിയസ് ആയ ഒരു കാര്യമായിട്ട് തോന്നാത്തത് കൊണ്ടാണ് ഇവർ പ്രതികരിക്കാത്തത് എന്നുള്ള പല തരത്തിലുള്ള ചിന്തകൾ ആണ് തോന്നണത് കേസ്. പക്ഷേ അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ കൂടെ വരുന്ന വേറൊരു ചിന്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സമയത്ത് ഫേസ്ബുക്കൊക്കെ അങ്ങനല്ല, ഈ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് അല്ലാണ്ടിരുന്ന ടൈമിൽ മാധ്യമങ്ങളൊക്കെ ഇവർക്ക് നല്ല മാർക്കറ്റ് വാല്യൂ, വിസിബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്ന ടീംസാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് സോഷ്യൽ മീഡിയ വന്നപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ ഇവരൊന്ന് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു എന്ന് എനിക്ക് പലപ്പോഴും തോന്നലുണ്ട് കേസ്. വീണ്ടും പറഞ്ഞു, ഐ മേ ബി റോങ്, അവർക്ക് അവരുടേതായ സാധനം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കും തോന്നുന്നുണ്ട് കൂടുതൽ ആളുകളെ പ്രതികരണം എന്നുള്ള കൂടുതൽ ജനകീയമായ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ യൂട്യൂബ് ചാനലൊന്ന് റിയാക്ഷൻ വീഡിയോസായിട്ടും എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. മുമ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ ചുരുക്കം ആളുകളാണ് അഭിപ്രായങ്ങൾ എല്ലാവർക്കും കാണാവുന്ന രീതിയിലുണ്ടായിരുന്നു, അല്ലേ? എനിക്കങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. സോഷ്യൽ മീഡിയ വന്നപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ഇപ്പോൾ ഫോണുള്ള ആളുകൾക്കൊക്കെ അവരുടേതായ രീതിയിൽ പ്രതികരിക്കാവുന്ന ഒരു ലെവലിലെത്തി. അതുമല്ല, നമ്മൾ പുരോഗമനപരമായ ചിന്തകൾ, അഭിപ്രായങ്ങൾ എന്നൊക്കെ പറയുന്ന, പ്രതികരണങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു സാധനം ആർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാമെന്നൊരു ലെവലിലെത്തിയത്. മുമ്പ് അങ്ങനെ ഇല്ലല്ലോ. കുറച്ച് ആളുകൾ മാത്രം അവരുടെ അഭിപ്രായങ്ങൾ ആളുകൾ ഉറ്റുനോക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അങ്ങനെ ലൈം ലൈറ്റിൽ എത്തണമെങ്കിൽ തന്നെ ഒന്നല്ലെങ്കിൽ സോ കോൾഡ് പ്രമുഖരായിരിക്കണം എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. എൻ്റെ പൊട്ടത്തലയിൽ ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ അത് എഴുത്തുകാരായിരിക്കാം, ആക്ടിവിസ്റ്റുകളായിരിക്കാം, സിനിമാ മേഖലയിലുള്ള ആളുകൾ, സാഹിത്യ നിരൂപകർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അല്ലേ, നാടക പ്രവർത്തകർ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പൊളിറ്റീഷ്യൻസ് ഒക്കെ ഇങ്ങനെ പ്രതികരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട്, അപ്പോൾ എന്താ വെച്ചാൽ ഇത് അന്ന് മുമ്പൊക്കെ അങ്ങനെ ഒരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി ആളുകൾ എത്ര സ്ട്രെയിൻ ചെയ്തിട്ട് വേണം ഓരോ മേഖലയിലേക്ക് വരാൻ. ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആർക്കും സിനിമ ചെയ്യാമെന്നും ആർക്കും പുസ്തകങ്ങൾ എഴുതാമെന്നും, പുസ്തകങ്ങൾ ഇത് നല്ല സാഹിത്യ സൃഷ്ടി, അല്ലെങ്കിൽ ഇത് നല്ല പടം, ഇത് ചീത്ത പടം, ഇത് ചീത്ത സാഹിത്യ സൃഷ്ടി എന്നുള്ള ഇതൊന്നും ആരും ഇപ്പോൾ പരിഗണിക്കലില്ല, അങ്ങനെ അഭിപ്രായങ്ങൾ വന്നാലും. അപ്പോൾ എല്ലാവരും അവരുടേതായ രീതിയിൽ ഒരു തരത്തിൽ പറഞ്ഞ സെലിബ്രിറ്റികളോ അല്ലെങ്കിൽ വിസിബിലിറ്റി ഉണ്ടാക്കാൻ സാധിക്കുന്ന ആളുകളോ എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു തോന്നുന്നു. അപ്പോൾ ഇനി ആളുകൾ പ്രതികരിക്കാണ്ടല്ലോ, നമ്മൾ പ്രതികരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ടാണ് അവർ മുണ്ടാണ്ടിരിക്കുന്നത്. അത് ഇവർക്ക് ഒരു ലെവലിലൊക്കെ എത്തുന്ന സമയത്ത്, അതായത് കൂടുതൽ സ്ഥാനമാനങ്ങളും കൂടുതൽ അടിപൊളിയായിട്ട് എന്തെങ്കിലും റിട്ടേൺസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണോ അന്ന് പ്രതികരിച്ചിരുന്നത്, ഇന്ന് ഇവർക്ക് ഇതൊക്കെ കിട്ടിയതിന് ശേഷം ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ഒരു സോക്കോൾഡ് മടി, അല്ലെങ്കിൽ സെലക്റ്റീവ് ഇഗ്നോറൻസ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അങ്ങനെയുള്ളത് കൊണ്ടാണോ, മറവി, സെലക്റ്റീവ് മെമ്മറി ലോസ്, അങ്ങനെ ഒരു രീതിയിലൊക്കെയാണോ ഇവരിത് കാണുന്നത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇവർ വരുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, പിന്നെ ചിലർ പറയുന്നുണ്ട് ഇത് കലികാലമാണ്, സാംസ്കാരിക മൂല്യച്യുതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, സാംസ്കാരിക മൂല്യച്യുതി, കലികാലമാണ്. അപ്പോൾ ഇതിപ്പോൾ ഇതിന് ഇപ്പോൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇത് ദിനം പ്രതി ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, മൂല്യച്യുതികൾ
എൻ്റെ ഒരു മൂട് താങ്ങിയുള്ള മൂല്യച്യുതി കാരണം ഉണ്ടാകുന്ന കുറേ വിഷയങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ എല്ലാത്തിനും പ്രതികരിക്കേണ്ടി വരും. എനിക്കതിന് വയ്യ, അല്ലെങ്കിൽ അതിൻ്റെ കാര്യമില്ല, അല്ലെങ്കിൽ ഇതാരും കേൾക്കാനില്ല എന്നുള്ളതുകൊണ്ടാണെന്നൊരു ഡൗട്ടുണ്ട്. കേൾക്കാനില്ല എന്ന് പറയുന്നത് തോന്നേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ ആളുണ്ടായിരിക്കും. പക്ഷേ എന്തായിരുന്നു വെച്ചാൽ ഇപ്പോൾ ആളുകൾ റോസ്റ്റ് മറ്റ് സെലിബ്രിറ്റി ആണോ അല്ലെങ്കിൽ നോക്കില്ല, പ്രമുഖരാണോ എന്ന് നോക്കില്ല, സീനിയറായ ആളുകളാണോ നോക്കില്ല. സീനിയർ എന്ന് ഉദ്ദേശിച്ചത് ഞാനൊരു മേഖലയിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയ ഒരാൾ എന്ന ലെവലിലാണ്. അല്ലാണ്ട് ഇപ്പോൾ അതിൽ വേറെ ഹൈറാർക്കിക്കൽ സാധനമൊന്നുമില്ല സീനിയർ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറെ പൊളിറ്റിക്കൽ അങ്ങനെയൊന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറഞ്ഞ പോയിൻ്റ് എന്തായിരുന്നു? അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സാധാരണക്കാരായ ആളുകൾ പോലും ഇവരെ റോസ്റ്റ് ചെയ്യൂ എന്നുള്ളത് കൊണ്ടാണോ ഇവരിപ്പോൾ ചില ആളുകൾക്ക് പ്രതികരിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേസ്. ഇപ്പോൾ ചില ആളുകൾ എന്താ വെച്ചാൽ അവർ പറയുന്നത് എല്ലാവരും ഭയങ്കര സാഹൂതം കേട്ടുകൊണ്ടിരിക്കണം. എന്താ പ്രയോഗമല്ലേ സാഹൂതം? വളരെ ഇതിങ്ങനെ എന്താ അയ്യോ മണിമുത്തുകൾ വായിന്ന് വരുന്നു, അഭിപ്രായങ്ങൾ ഇങ്ങനെ വരുന്നു. ആ ഒരു വൈബ് മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലല്ലേ. ഇപ്പോൾ ആളുകൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോക്കോൾഡ് പ്രമുഖർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എയറിലാക്കാനും, ആ ഒരു പറഞ്ഞ കാര്യത്തെ എയറിലാക്കാനും, ആ വ്യക്തിനെ എയറിലാക്കാനും, ട്രോളാനും ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ട്രോൾ തന്നെ എത്ര ചാനലുകളുണ്ട്, ട്രോൾ പേജുകളുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണോ എന്നൊരു ഡൗട്ടുണ്ട് കേസ്. എന്തായാലും അഭിപ്രായങ്ങൾ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ഒരു സമയത്തുണ്ടായിരുന്ന സോക്കോൾഡ് പ്രമുഖർ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലാത്ത പോലെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവരെ കാണലില്ല ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ സോക്കോൾഡ് സമൂഹത്തെ നന്നാക്കാൻ, സമൂഹത്തിലെ മൂല്യച്യുതികൾക്കെതിരെ പ്രതികരിക്കാൻ, അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേസ്. അതാണ് സംഭവം. ഇപ്പോൾ ഇവരെന്താണ് ഞാൻ ആലോചിക്കണത്? ഇപ്പോൾ ഇവരൊക്കെ ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഇവരൊരു ഫങ്ഷനാണ്, അല്ലെങ്കിൽ ഇവർ ഈ സമൂഹത്തിലുള്ള വളരെ ഡയബോളിക്കായ ഒരു മെക്കാനിസമാണ് ഇവരുടെ പ്രതികരണം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ മുമ്പ് എനിക്ക് അങ്ങനെയൊക്കെ തോന്നലുണ്ടായിരുന്നു കേസ്. അതായത് ചുമ്മാ എന്തെങ്കിലും വൈറലാവാൻ വേണ്ടി പറയുകയല്ല, ഇവർ പറയുന്നതിൽ ഒരു കാമ്പ് ഉണ്ട് എന്നുള്ള ലെവലിൽ. ഇപ്പം അങ്ങനെ കാമ്പുള്ള ആളുകൾ തന്നെ ഇപ്പോൾ കാണില്ല, അല്ലെങ്കിൽ ഇന്ത്യ ശ്രദ്ധയപ്പെടാത്തതിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല കേട്ടോ കേസ്. ഇപ്പോൾ ചില ആളുകളുണ്ട്, ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് പറയാനുള്ള ഒരു സാധനം എടുത്ത് പറയുന്നത്, ഇപ്പോൾ വേറൊരു എക്സാമ്പിളാണ് പറയണേ, ഇതുമായി അത്ര ബന്ധപ്പെട്ടല്ല, എന്നാലും ചില ആളുകൾ കാണാനില്ല എന്നുള്ളതുകൊണ്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ രഞ്ജിത്തിൻ്റെ ഒരു കാര്യം വന്നില്ലേ, ആ വിഷയവുമായി ബന്ധപ്പെട്ട് എത്ര ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതല്ല, അപ്പോൾ ഒരു സമയത്ത് സ്ത്രീകൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, അധിക്ഷേപിക്കുന്നു, അപമാനിക്കുന്നു എന്നുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രതികരിച്ച ആളുകൾ ഇത്രയും വലിയൊരു സംഭവം രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചപ്പോൾ എത്ര ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ പ്രതികരിക്കാതിരിക്കാനുള്ള കാരണം എന്താ? ഇവരെ തൊള്ളയിൽ അണ്ണാക്കി പിരിവെട്ടിയിട്ടിരിക്കുകയാണോ? അതോ ഇവർ നമ്മുടെ പാർട്ടിക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് മുണ്ടണ്ട എന്നുള്ള ലെവലിലാണോ? അത് നമ്മുടെ ചങ്കാണ് അതുകൊണ്ട് മുണ്ടണ്ട എന്നുള്ളൊരവസ്ഥയിലാണോ? അതെന്താ കാര്യം എന്ന് വെച്ചാൽ അതിപ്പോൾ പ്രതികരിച്ചിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെയാണോ? അത് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ടാണോ? അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ പല കാര്യങ്ങളിലും തോന്നുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകൾ മറ്റേ ദിലീപിനെതിരെയൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. രഞ്ജിത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഇവരൊന്നും മുണ്ടില്ല. അതേപോലെ മറ്റേ കുഴിമന്തിയുടെ കൃഷ്ണൻ കുഴിമന്തി വിശ്വാശംസ സംഭവം, അതുമായി ബന്ധപ്പെട്ട് എത്ര ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട് കേസ്, സോക്കോൾഡ് പ്രമുഖർ. അപ്പോൾ ഞാൻ ആലോചിക്കരുത് എന്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത് പ്രതികരിക്കാനുള്ള ഒരാളുടെ അവകാശം പോലെ തന്നെ പ്രതികരിക്കാതിരിക്കാനുള്ള അവകാശം കൂടി ഉണ്ടല്ലോ അല്ലേ ആളുകൾക്ക്. അപ്പം ഞാൻ അങ്ങനെയും കൂടി ചിന്തിക്കാം, അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. എന്തായാലും ഓരോ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ പ്രാന്ത ചിന്തകൾ കേസ്, അത്രയേ ഉള്ളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക കേസ്. ഇങ്ങനെയുള്ള കുറച്ച് പ്രാന്ത സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഷെയർ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ യൂട്യൂബിൽ ആക്റ്റീവ് ആവാമെന്ന് വിചാരിക്കുന്നുണ്ട് കേസ്. അപ്പോൾ നമുക്ക് പറ്റണ പോലെ നമ്മളത്ര എഡിറ്റഡ് ചെയ്തിട്ടും സംഗതി അങ്ങനെ വലിയ സ്കില്ല് വെച്ചിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്. വളരെ റോ ആയിട്ടുള്ള സംഗതികൾ അങ്ങനെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രം. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ കുറേ പൊട്ടത്തരങ്ങളൊക്കെ ആയിരിക്കും പലതും പറയുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ കമൻസൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ നേരെ എതിരഭിപ്രായം ആയിട്ട് ഒരാൾ പറയുകയാണെങ്കിൽ എനിക്കതിന് കുറേ പഠിക്കാൻ പറ്റും, എനിക്ക് ബെറ്ററായിട്ട് വരാൻ സാധിക്കും, എനിക്കെന്നെ തിരിച്ചറിയാൻ സാധിക്കും. കഴിവുകളും കഴിവേറിത്തരങ്ങളും അതേപോലെ തന്നെ പോസിറ്റീവായതും നെഗറ്റീവായതും എന്താണ് തോട്ട് പ്രോസസ്സിൻ്റെ പ്രശ്നം എന്താണ്, എങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ ഞാനെവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കാര്യത്തെ അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ തോന്നുന്നു ഗൈസ്. ഇതൊരു ഫാമിലി എന്നുള്ളൊരു ലെവലിൽ അത്രയേ ഉള്ളൂ ഗൈസ്. യൂട്യൂബിനെ ഞാനിതിനെ അത്രയേ ഉള്ളൂ എന്നല്ല, അങ്ങനെയും കൂടിയാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും എന്തൊക്കെ ഇപ്പോൾ പറഞ്ഞത്രയേ ഉള്ളൂ ഗൈസ്. സാംസ്കാരിക നായകർ ചത്തുപോയോ?